ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്പും മെജോറിറ്റി മാർക്കറ്റുകൾ വീക്കായിരുന്നു. ഏഷ്യയിൽ ജപ്പാൻ, ചൈനീസ്, അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ്, അതുപോലെ തന്നെ കൊറിയൻ മാർക്കറ്റൊക്കെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $3740 പെർ ഔൺസിനാണ് മോർണിംഗിൽ 7:30 സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ $43.87 പെർ ഔൺസിനാണ് രാവിലെ 7:30 ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ അലുമിനിയം, സിങ്ക്, ബ്രെൻഡ് ക്രൂഡ് ഓയിലൊക്കെ മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ളൊരു കമോഡിറ്റി കോപ്പറാണ്. കോപ്പർ ഇന്നലെ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $10,371 പെർ ടെന്നാണ് LMEയിൽ ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ 52 വീക്ക് ഹൈ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്തോനേഷ്യയിലത്തെ ഒരു കോപ്പർ മൈനിൽ, ഈ മൈനാണ് ലോകത്തിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് കോപ്പർ മൈൻ. ഈ കോപ്പർ മൈനിൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു ന്യൂസിൻ്റെ ഇമ്പാക്റ്റിലാണ് കോപ്പർ പ്രൈസ് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സ്, സിറ്റി ഗ്രൂപ്പ് ഒക്കെ പറയുന്നത് 2027 വരെ 3 ലക്ഷം ടൺ കോപ്പർ ഷോർട്ട് സപ്ലൈ ആണ് ഗ്ലോബലി വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം ഗോൾഡ്മാൻ സാക്സ് കോപ്പറിൻ്റെ ടാർഗറ്റ് പ്രൈസ് $15,000 പെർ ടൺ ആയിട്ടും, അതുപോലെ തന്നെ സിറ്റി ഗ്രൂപ്പ് $13,000 പെർ ടൺ ആയിട്ടും ഉയർത്തിയിരിക്കുകയാണ്. റെക്കോർഡ് ഹൈ കഴിഞ്ഞ വർഷമാണ് കോപ്പർ ഹിറ്റ് ചെയ്തിരുന്നത്. ഈ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ $11,104.5 പെർ ടൺ ആണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ $5.95 പെർ പൗണ്ടാണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. കോപ്പറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസങ്ങളിൽ ഒരു പക്ഷേ കോപ്പർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. റെക്കോർഡ് ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ആണ് കോപ്പർ ഫ്യൂച്ചേഴ്സിലൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഷിപ്പിംഗ് സെക്ടറിന് വലിയ പാക്കേജാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 69,725 കോടി രൂപയുടെ പാക്കേജാണ് ഇന്നലെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ട ഫൈനാൻസിങ് അറേഞ്ച്മെൻറ്റ്, ഇത്തരത്തിലുള്ള പാക്കേജാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ്, GRSE, സ്വാൻ ഡിഫൻസ്, അതുപോലെ തന്നെ മസഗൻ ഡോക്ക്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ. അതോടൊപ്പം തന്നെ ക്രിസിൽ മെക്കൻസി പ്രൈസ് മാട്രിക്സ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കൺസൾട്ടിങ് കമ്പനി കാനഡയിൽ നിന്ന് അക്വയർ ചെയ്തിരിക്കുകയാണ്. ഈ കമ്പനി കവർ ചെയ്യുന്നത് $8 ട്രില്യൺ അസറ്റുകളാണ്. അതോടൊപ്പം തന്നെ 30 മില്യൺ അക്കൗണ്ടുകളൊക്കെയാണ് ഈ അക്കൗണ്ടുകൾക്കൊക്കെയാണ് ഈ കമ്പനി സർവീസും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രിസിലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അക്വിസിഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിസിൽ സ്റ്റോക്ക് പ്രൈസിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ എയർബസ്, യൂറോപ്പിലത്തെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുകയാണ് ഈ ആഴ്ചയിൽ. ഓൾറെഡി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഡൈനാമാറ്റിക് ടെക്നോളജീസ്, ഇവരൊക്കെയാണ് ടയർ 1 സപ്ലയർ ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള. അതോടൊപ്പം തന്നെ എയർബസ് കംപ്ലീറ്റ് മാനുഫാക്ചറിങ്, അതായത് ഇന്ത്യയിലൊരു പ്ലാന്റ് തുടങ്ങി എയർബസ് ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയും കൂടി ഒരുപക്ഷെ അനൗൺസ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ സോളാർ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പ്രൊജക്റ്റ് കമ്മീഷനിങ് 2 വർഷത്തേക്ക് കൂടി ഗവൺമെൻറ് എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. പ്രത്യേകിച്ച് വാരി എനർജീസ് പോലുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ അഡാനി ഗ്രീൻ എനർജി, അതുപോലെ തന്നെ റിലയൻസിൻ്റെ അണ്ടറിലുള്ള സോളാർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. സ്റ്റെർലൈറ്റ് ടെക്നോളജി പുതിയ ഒപ്റ്റിക്കൽ ഫൈബർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. പനേഷ്യ ബയോടെക് 2 പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. പോളിക്യാബ് QIP 7,300 രൂപയാണ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പോളിക്യാബിനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് പോസിറ്റീവാണ്. ഫൈനോടെക്സ് കെമിക്കൽസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഇൻറ്ററിം ഡിവിഡൻഡ്, ബോണസ് ഇഷ്യൂ അനൗൺസ്മെൻറ്റ് വരികയാണ്. സെപ്റ്റംബർ 27 ബോർഡ് മീറ്റിംഗ് വരുന്നത്.
ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി 21.24 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ TCS ആയിട്ടൊരു 5 ഇയർ MOUയും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം മറ്റ് കമ്പനികൾ, പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള കമ്പനികൾ കൊറാമൻഡൽ ഇൻ്റർനാഷണൽ, ക്വാളിറ്റി പവർ, ഗ്ലെൻമാർക്ക് ഫാർമ, വാരി എനർജീസ്, ഈ കമ്പനികളൊക്കെയാണ് പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള മറ്റ് കമ്പനികൾ. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള കമ്പനി ഇന്നലെ അസാഹി ഇന്ത്യ ഗ്ലാസ് ആണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആയിരുന്നു. 2425.75 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1211.68 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം പോളി മെഡിക്യൂർ വീണ്ടും ഒരു പുതിയ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അക്വിസിഷൻ തന്നെയാണ് പോളി മെഡിക്യൂറിനെ സംബന്ധിച്ച്. വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ ഈ അക്വിസിഷൻ ഈ കമ്പനിക്ക് നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും പോളി മെഡിക്യൂർ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള IPO അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ആണ്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്നൊരു IPO ആയിരുന്നു. 72.16 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സോളാർ വേൾഡ് 4.21 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ശേഷസായി ടെക്നോളജീസ് ഇന്ന് അവസാനിക്കുകയാണ്. 3.17 ടൈംസ് ആണ് സെക്കൻഡ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ IPOയിൽ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ആവുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ശേഷസായി ടെക്നോളജീസിൽ ഇന്ന് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേ ആണ്. അതോടൊപ്പം തന്നെ 2 മെയിൻ ബോർഡ് IPOs ഇന്ന് ഓപ്പൺ ആവുന്ന ജിങ്കുഷാൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. നല്ലൊരു IPO ആണ്. അപ്പർ പ്രൈസ് ബാൻഡ് 121 രൂപയാണ്. ഒപ്പം ട്രൂ ആൾട്ട് ബയോ എനർജി ലിമിറ്റഡ് 496 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്യാണ് 29-നാണ് ഈ 2 IPOസും ക്ലോസ് ചെയ്യുന്നത്. മെയിൻ ബോർഡിലുള്ള 2 IPOs ആണ് ജിങ്കുഷാൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ട്രൂ ആൾട്ട് ബയോ എനർജി ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ SMEയിൽ ഇപ്പോൾ ഓൺഗോയിങ് IPO SMEയിൽ ഉണ്ട്. ട്രൂ കളർ 5.5 ടൈംസ് ആണ് ഇന്നലെ സെക്കൻഡ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്നാണ് ക്ലോസിങ്. ഒപ്പം ഇന്ന് SMEയിൽ ആരംഭിക്കുന്ന ഒരു IPO ഉണ്ട്. ചാറ്റർ ബോക്സ് ടെക്നോളജീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഇഷ്യൂ പ്രൈസ് 115 രൂപയാണ്. 1200 ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അതായത് 2400 ഷെയറിന് അപ്ലൈ ചെയ്യണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് അവസാനിക്കുന്ന ഒരു IPO ഉണ്ട് NSE SMEയിൽ. എക്കോലൈൻ എക്സിം ലിമിറ്റഡ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു IPO ആണ്. കോട്ടൺ ജൂട്ട് ബാഗുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. 27 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. 1000 ആണ് മാർക്കറ്റിലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. NSE SMEയിലാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു NSE SME IPO ഉണ്ട്. ഗുരുനാനാക്ക് അഗ്രികൾച്ചർ ഇന്ത്യ ലിമിറ്റഡ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയാണ്. അഗ്രികൾച്ചർ മെഷീനറി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റിലോട്ട് 1600 2 ലോട്ട് അപ്ലൈ ചെയ്യണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. 26-ാം തീയതിയാണ്, നാളെയാണ് ഈ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. അപ്പോൾ ഇതൊക്കെയാണ് IPO റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഓവറോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസൊക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ US ഇന്ത്യ ട്രേഡ് റിലേറ്റഡ് ടോക്കുകളിൽ നിന്ന് ചെറിയ പോസിറ്റീവ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൺഫർമേഷനൊന്നും വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസും വന്നേക്കാം. അതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വഷളാവുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റുകളിൽ അതിൻ്റേതായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നൽകിയേക്കാം. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിന് ഒരു നീജർ ക്രിയേഷനൊക്കെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ട്രേഡ് റിലേറ്റഡ് ടോക്ക് ഒരു സക്സസ്സിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടേക്കാം. അതുവരെ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വേസ്റ്റ് സെനാരിയോയിൽ ഒരു പക്ഷേ നിഫ്റ്റി 24,900 24,950 വരെയൊക്കെ താന്നേക്കാം. പക്ഷേ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഔട്ട്കം ആണ് US ഇന്ത്യ ട്രേഡ് ടോക്കിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഫർദർ
വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കാണാനായിട്ട് സാധിക്കില്ല. അതേസമയം ഗ്ലോബലി വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലും ചെറുതായി കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.